ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കൊച്ചിയാകും സംഗമ വേദിയാവുക. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട 1500 പേരെ പങ്കെടുപ്പിച്ചായിരിക്കും ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുക. ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി ചേരും. നേരത്തെ നമുക്കറിയുന്നത് പോലെ ആഗോള അയ്യപ്പ സംഗമം അത് വിവാദമായ ഒരു പശ്ചാത്തലം നിലവിലുണ്ട്. അത് ഒരു മതപരമായ പരിപാടിയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം എന്ന പരിപാടിക്ക് കൂടി ഇപ്പോൾ സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിലാണ് കൊച്ചിയിൽ ഇതിന് സംഗമ വേദിയായി മാറുക. അവിടെ 1500 പേർ പങ്കെടുക്കും. ആരൊക്കെയാകും, ഏതൊക്കെ സംഘടനകളെ അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും പങ്കെടുപ്പിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. എങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. 1500 പേർ പങ്കെടുക്കുമെന്ന് അറിയുന്നു. ഷഫീദ് തുടരുന്നു. ഷഫീദ്, ഇപ്പോൾ അതിന്റെ കൃത്യമായ ഒരു പരിപാടിയുടെ ഒരു ഘടന, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എപ്പോഴായിരിക്കും പുറത്തുവിടുക സർക്കാർ? കാരണം ഇതിൽ ആരൊക്കെയായിരിക്കും ക്ഷണിക്കുക എന്നുള്ള സുപ്രധാനമായ കാര്യമാണ്. ഇപ്പോൾ നേരത്തെ MESന്റെ പ്രതിനിധിയെ സംസാരിച്ച ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് ക്ഷണിക്കുമോ എന്നറിയില്ല, പക്ഷെ ക്ഷണിച്ചില്ലെങ്കിൽ പ്രശ്നമാക്കും, പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ ഇത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി കൃത്യമായി തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് പാളിപ്പോകാം, അതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവും പോലും ആ രീതിയിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു കൃത്യമായ പ്ലാൻ അതെന്താണ്, ഏത് രീതിയിലാണ് പരിപാടി, ഇതൊക്കെ എപ്പോഴായിരിക്കും സർക്കാർ വിശദീകരിക്കുക? ഷഫീദ്, കേൾക്കാമോ? പ്രജിനി, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം, ആ തീരുമാനത്തിന്റെ ഗൗരവമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മുൻപ് തന്നെ ധാരണയുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനം രാഷ്ട്രീയമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം തന്നെ ഈ വിഷയത്തിൽ ചില വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് സർക്കാരിന് പ്രതിരോധിച്ച് നിൽക്കുകയും ന്യായീകരിക്കുകയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ ന്യൂനപക്ഷ സംഗമം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു പക്ഷേ ഈ മതസംഘടനകളുടെ നേതാക്കൾ ഈ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. മാത്രമല്ല, ഇതിൽ എന്താണ് സംസ്ഥാന സർക്കാർ മോഡറേറ്റ്ലി നടത്താൻ പോകുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയില്ല. ഇത്തരം ആളുകളോട്, സമുദായ സംഘടനകളുടെ നേതാക്കളോടും അതേപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ അധ്യക്ഷന്മാരോടുമൊക്കെ ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നതേ ഉള്ളൂ സംസ്ഥാന സർക്കാർ. സർക്കാരിന് ഇതെങ്ങനെയായിരിക്കും ഈ പരിപാടി എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. പക്ഷേ രാഷ്ട്രീയമായി വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ മതിലും അത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ആശയത്തിൽ നിന്നൊക്കെ പിന്നോട്ട് പോവുകയാണെന്നുള്ള വിമർശനം അത് വ്യാപകമാണ്. ഇതിനിടയിലാണ് ന്യൂനപക്ഷ സംഗമം കൂടി വരുന്നത്. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു എന്നുള്ള പുരോഗമന ആശയങ്ങൾ കൈവിടുന്നില്ലെന്നും സംസ്ഥാന സർക്കാർ പറയുകയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലെ പ്രധാന ചുവടുവെപ്പായി മാറും ഈ ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും. പ്രജി, അതുകൊണ്ടാണ് നേരത്തെ ഷഫീദ് അതിനെ മറ്റൊരു രീതിയിൽ കൂടി കാണേണ്ടതുണ്ട് എന്ന് പറയുന്നത്. കാരണം എത്രമാത്രം വിമർശനം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ ഉണ്ടാവുന്നു, പല കോണുകളിൽ നിന്നായി രാഷ്ട്രീയമായൊക്കെ തന്നെ വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കോടതി പക്ഷേ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ അത് രാഷ്ട്രീയമായി ഒരു പക്ഷേ LDFന് ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കോടതിയിൽ പോലും സർക്കാർ ഇതിനൊപ്പം നിൽക്കുന്നു, ദേവസ്വം ബോർഡിനൊപ്പം നിൽക്കുന്നു എന്ന നിലപാട് വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു പടി എന്ന രീതിയിൽ ഈ വിമർശനങ്ങൾക്കെല്ലാം മുകളിലേക്ക് വരിക, അല്ലെങ്കിൽ നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശനം, ഒപ്പം വനിതാ മതിൽ, ഇതിനൊക്കെ എതിരെ വന്ന നിലപാട് മാറ്റം ഒക്കെ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ന്യൂനപക്ഷങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക, ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുക എന്നൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നത്. അതുകൊണ്ടാണ് മുഖം രക്ഷിക്കൽ അല്ലെങ്കിൽ മുഖം മിനുക്കൽ പരിപാടി എന്ന രീതിയിലൊക്കെ ഇതിനെ വിലയിരുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ എന്തായിരിക്കാം പ്രതിപക്ഷം, ഏത് രീതിയിലായിരിക്കാം ഇതിനെ കാണുക? ഷഫീദ്, ഈ വിഷയത്തിലെ പ്രതിപക്ഷ നിലപാട് സ്വാഭാവികമായും വിമർശനങ്ങൾക്ക് ശേഷമുള്ള സർക്കാരിന്റെ നിലപാട് മാറ്റം എന്നുള്ളത് തന്നെയായിരിക്കും പറയുക. മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന സാഹചര്യത്തിൽ അത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ അക്കാര്യത്തിലെ വിശദീകരണം. അതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള വിമർശനം അതിന്റെ പേരിലുണ്ടായത്. പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമാണോ എന്ന പ്രതിപക്ഷ ചോദ്യം, ആ ചോദ്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എളുപ്പമല്ല. പക്ഷേ ഈ പുതിയ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വിഭാഗത്തെയും തങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു പ്രതീതി അത് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ന്യൂനപക്ഷ ക്ഷേമവും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികൾ അതടക്കം ചർച്ച ചെയ്യാൻ ഒരു സംഗമവേദി എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കുക. ഒരു പക്ഷേ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ ശ്രദ്ധേയരായിട്ടുള്ള ചില ഫേസുകളെ കൂടി സംസ്ഥാന സർക്കാർ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.